സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഇപ്പോൾ ചെറുതായി ഇന്ത്യ മുന്നണിയെക്കുറിച്ചൊക്കെ ഒരു നേരിയ ആലോചന വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറയുമായിരുന്നു, അദ്ദേഹം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. കേരളം വിട്ട് മറ്റൊരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും അദ്ദേഹം പോയതായി നമ്മൾ കണ്ടിട്ടില്ല. സാർ, ഞാൻ ഇത്രയും പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു പോഡ്കാസ്റ്റ് വന്നിരുന്നു. ഞാൻ എന്തായാലും പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാനൊന്നും പോകുന്നില്ല, കെട്ടിപ്പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാനും അദ്ദേഹവും തമ്മിൽ അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ എതിരാളി നരേന്ദ്രമോദി ആണ് എന്നാണ്. സർ, ഈ പറയുന്ന രീതിയിൽ താൻ വളരെ വലിയൊരാളാണ് എന്നാണോ രാഹുൽ ഗാന്ധി കാണുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ പിണറായി വിജയന് എന്നോളം വലിപ്പമുണ്ടോ അല്ലെങ്കിൽ അതുണ്ടോ എന്നുള്ള ഒരു മെരിറ്റാണോ ഇദ്ദേഹം കണ്ട് സംസാരിക്കുക? ഏതായാലും എനിക്കത് മനസ്സിലായില്ല. സാർ ഒന്ന് വ്യക്തമാക്കി തരാമോ? പിന്നെ മോദിയെ കെട്ടിപ്പിടിച്ചതും കൂടെ ഒന്ന് പറയണം. എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇപ്പോൾ പറഞ്ഞ കാര്യം ആത്മാർത്ഥമായിരുന്നു എങ്കിൽ അദ്ദേഹം അത് പറയേണ്ടത് കർണാടക ഇലക്ഷന് മുമ്പായിരുന്നു, തമിഴ്നാട് ഇലക്ഷന് മുമ്പായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇലക്ഷൻ നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചും കൈകോർത്ത് പിടിച്ചും വേദിയിലെത്തിയും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന് ആർത്തു വിളിച്ചുകൊണ്ടാണല്ലോ ഇലക്ഷൻ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ആ സമയത്തൊന്നും പറയാത്ത പുതിയൊരു കണ്ടെത്തൽ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തിരക്കഥയൊക്കെ എഴുതി കൊടുക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഞാനും നീയും രണ്ടാണ് എന്ന് പറയിക്കാത്തിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പില്ല. ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായി 26 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ CPIM കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് നമ്മുടെ ശത്രുപക്ഷത്താണ് എന്ന് കോൺഗ്രസ് നേതാവിനെ കൊണ്ട് പറയിക്കേണ്ടത് രാഹുൽ ഗാന്ധിയേക്കാൾ ഉപരി ആവശ്യമായിരിക്കുന്നത് പിണറായി വിജയനാണ്. അല്ല എങ്കിൽ ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കട്ടെ, രാഹുൽ ഗാന്ധിയോടൊപ്പം കെട്ടിപ്പിടിക്കുകയും കൈ ഉയർത്തുകയും ചെയ്തു എന്നിരിക്കട്ടെ, പിന്നെ CPMന്റെ 26 സീറ്റിന് ഇവിടെ യാതൊരു വിലയില്ല. അവരൊരു മുന്നണിയാണ്, ഇന്ത്യ മുന്നണിയാണ്. ജനങ്ങൾക്കിത് അറിയാമെന്നുള്ളത് കൊണ്ടാണ് CPM ഇത്ര ദയനീയമായ അവസ്ഥയിലേക്ക് തകർന്നു വീണത്. ഇടതുപക്ഷ മുന്നണിയിൽ CPMഉം CPIയും കഴിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. ഭാഗ്യത്തിന് KP മോഹൻ ഒരാൾ ജയിച്ചു വന്നു എന്നൊഴിച്ചാൽ 2 പാർട്ടിയിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു ഇടതുപക്ഷ മുന്നണി. കാരണം ഇടതുപക്ഷ മുന്നണി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്നു എന്ന് പിണറായി വിജയന് ബോധ്യമായപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ചങ്ങാത്തം ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ ഉള്ള സീറ്റും കൂടെ ഇല്ലാതാകും, അണികൾ നഷ്ടപ്പെടും എന്ന് ബോധ്യമായപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധിയെ കൊണ്ട് പിണറായി വിജയൻ തന്നെ നടത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും അത് രാഹുൽ ഗാന്ധി സ്വന്തമായിട്ടെടുത്ത ഒരു തീരുമാനമായിരിക്കണമെന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ പിന്തുണ എന്നുള്ളത് കേരളത്തിന് പുറത്ത് ഒരിടത്തും കിട്ടാനുമില്ല. എങ്കിൽ പോലും കർണാടകത്തിൽ കിട്ടാനുള്ള സീറ്റ്, വോട്ട്, ഇതെല്ലാം അവർ പങ്കുവെക്കുകയുണ്ടായി. തമിഴ്നാട്ടില് മത്സരിച്ചപ്പോൾ ഒറ്റ മുന്നണിയായി നിന്നുകൊണ്ട് CPMഉം കോൺഗ്രസും മത്സരിച്ചത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. അന്നൊന്നുമില്ലാത്ത വെളിപാട് ഇപ്പോൾ ഉണ്ടായി എങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ തീരുമാനപ്രകാരമല്ല, ഇന്ത്യ മുന്നണിയിലെ രഹസ്യമായിട്ടുള്ള ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ നീ എന്നെ തള്ളി പറഞ്ഞോളൂ അല്ലെങ്കിൽ എന്റെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നുള്ള പിണറായി വിജയന്റെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ, CPMനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സാറ് പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മൾ എടുത്തിവിടെ പറയേണ്ടി വരും. അതായത് ഇപ്പോൾ INDA മുന്നണി, ഈ മുന്നണി ഇപ്പോൾ ഉണ്ടോ സംശയമാണ്. ഈ മുന്നണി ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരു അവരുടെ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. അതുവരെ ബംഗാളിൽ തമ്മിൽ വെച്ചിരുന്ന മമത വരുന്നു, സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നു. ഇന്ന് മാതൃഭൂമി പത്രത്തിലൊരു ലേഖനമുണ്ട്, ഡൽഹിയിലെ നമുക്കെല്ലാം സാറിനൊക്കെ എനിക്കും അറിയാമെന്നുള്ള മനോജ് മേനോൻ എന്ന റിപ്പോർട്ടർ എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിൻ്റെ ഒരു ചിത്രം ഗോപികൃഷ്ണൻ വരച്ചിട്ടുണ്ട്. പരസ്പരം കടാര കൊണ്ട് ഈ പിറകിൽ കുത്തുന്ന സോണിയയും പിറകിൽ കുത്തുന്ന മമതയാണ് കാണുന്നത്. അപ്പോൾ ഈ മമത ഇപ്പോൾ വന്ന് കെട്ടിപ്പിടിച്ച് ഈ യോഗത്തിലിരുന്നു, ഇവരെല്ലാവരും പോയി. സത്യത്തിൽ CPMന് ഒരു അറ്റൻഷൻ കിട്ടാനായിട്ടല്ലേ ഇപ്പോൾ ഈ ബേബി എന്ന് പറയുന്ന അവരുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്തിന് കേരളത്തിൽ വന്ന് പിണറായിയെ ഇങ്ങനെ രാഹുൽ ഗാന്ധി പിന്നെ നമ്മുടെ നാടൻ ഭാഷയിൽ തെറി പറഞ്ഞു എന്ന രീതിയിൽ? സാർ, അപ്പോൾ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നോ ഇത് സാറ് പറഞ്ഞ പോലെ?
ഈ പറയുന്ന വേദിയിൽ? തീർച്ചയായിട്ടും അതെ. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മരിച്ചിട്ടില്ല, ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവാദ പ്രസ്താവനകൾ ഇറക്കുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതാണ് ഇപ്പോൾ CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതാണ് കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് പാർട്ടി നടത്തുന്നത് RSSനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ ആണ് എങ്കിൽ CPM നടത്തുന്നത് കോൺഗ്രസിനെതിരെ എന്ന നിലയിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അപ്രസക്തമായി പോയ, യാതൊരു വിധത്തിലുള്ള പരിഗണനയ്ക്ക് പോലും അർഹമല്ലാത്ത, സ്ഥാനമില്ലാത്ത CPIM അല്ല ഞങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു നിങ്ങളിലൂടെ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഗോഗ്വാവിളി മാത്രമാണ് ഇവർ നടത്തുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, ഇന്ത്യ മുന്നണി എന്നേ അസ്തമിച്ചു. അപ്പോൾ BJPക്കെതിരെ യോജിച്ചു നിന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിനും അവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിലില്ല. കാരണം മമതാ ബാനർജിയുടെ പാർട്ടി ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, ഉണ്ടായിരുന്ന ബംഗാളിൽ കോൺഗ്രസിനോ CPMനോ ഒന്നും അവരെ സഹായിക്കാനോ തിരിച്ച് സഹായിക്കാനോ സാധിക്കുന്നില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് CPMനെയോ CPMന് കോൺഗ്രസിനെയോ സഹായിക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും ഇവരൊക്കെ കൂടെ സഹായിച്ച് ആകെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന DMKയും കൂടി അവരുടെ മുന്നണിയിൽ നിന്ന് ചാടിപ്പോയി. അപ്പോ പണ്ട് നാടൻ ഭാഷ പറയല്ലോ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ ഗതി എന്നുള്ള മട്ടിൽ ഓരോ ഇന്ത്യ മുന്നണി യോഗം കഴിയുമ്പോഴും, ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരും തോറും മുന്നണിയിലെ ഘടകകക്ഷികൾ പൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം പ്രത്യയശാസ്ത്രപരമായിട്ടോ ആദർശപരമായിട്ടോ ഉള്ള കൂട്ടുകെട്ടല്ലല്ലോ. ആയിരുന്നു എങ്കിൽ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയായി നിന്ന് മത്സരിച്ച് ജയിച്ച് 5 സീറ്റ് കിട്ടിയ കോൺഗ്രസ് പാർട്ടി 2 മന്ത്രിസ്ഥാനവും 1 MP സ്ഥാനവും കിട്ടുമെന്ന് കണ്ടപ്പോ നേരെ മറുവശത്തേക്ക് ചാടിയില്ലേ? അപ്പോ നമ്മൾ കൃത്യമായിട്ടും ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു ഘടകകക്ഷിയായി ഇന്ത്യ മുന്നണിയിൽ തുടരുകയാണ്. പക്ഷേ ഘടകകക്ഷികൾ CPM ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പാർട്ടികളാണെങ്കിലും ഇപ്പൊ കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല എന്ന് വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് അങ്ങേയറ്റം ദയനീയമായി ഒറ്റപ്പെടുകയാണ് ഇന്ത്യ മുന്നണിയിൽ. ഇന്ത്യ മുന്നണിയിലേക്ക് ഇനി ആരും വരുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളവർ പൊഴിഞ്ഞു പോകാതിരുന്നാൽ കോൺഗ്രസിന് അവരുടെ തടി രക്ഷിക്കാം എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. സർ, രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി, അദ്ദേഹത്തിന് ഇങ്ങനെ രാഹുൽ ഗാന്ധി പിന്നെ പറഞ്ഞു ED അന്വേഷണം പിണറായി വിജയന്റെ വീട്ടിൽ മാത്രം നടത്തുന്നില്ല എന്നൊരു പരാതി പറയുന്നത് പോലെയാണ് ഈ ബേബി എന്ന് പറയുന്ന അവരുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. സർ, ഇങ്ങനെ രാഹുൽ ഗാന്ധി ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നിരിക്കട്ടെ, അത് ഒരു വശം കോൺഗ്രസ്സുകാരെ ഇങ്ങനെ തങ്ങളെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് പിണറായി വിജയൻ നരേന്ദ്രമോദിയുമായി ബാന്ധവത്തിലാണ്. RSS CPM ബാന്ധവം ദാ ഉണ്ടായി എന്ന് വിളിച്ചു പറഞ്ഞത് ഈ കോൺഗ്രസ് അല്ലേ? അത് ഒരു വശത്തൂടെ ഇവരുടെ വോട്ട് നഷ്ടമായി എന്ന സങ്കടം കൂടെയാണോ സാർ ഈ പറഞ്ഞത്? CPMന്റെ വോട്ട് നഷ്ടമായി, CPMന്റെ വോട്ട് നഷ്ടമായി നിങ്ങൾ കുറ്റം പറഞ്ഞ കാരണം പറയൂ സാർ. CPMന്റെ വോട്ട് എങ്ങനെ നഷ്ടമായി എന്നുള്ളത് CPM അവശേഷിച്ചിരുന്ന കേരളത്തിലുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ 10 വർഷത്തെ തുടർഭരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എവിടെയെങ്കിലും തുടർഭരണം കിട്ടിയിട്ടുണ്ടോ? അവിടെയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും, അത് റഷ്യയിലാണെങ്കിലും പോളണ്ടിലാണെങ്കിലും അഥവാ കേരളത്തിലാണെങ്കിലും അത് മാറ്റമില്ലാത്തൊരു നിയമമായി തെളിയിക്കപ്പെട്ടു. തുടർച്ചയായി ഭരണം കിട്ടിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഭരണകൂടവും തകർന്നു വീഴും, തുടച്ചു മായ്ക്കപ്പെടും. കാരണം ഏകാധിപത്യവും അതേപോലെ തന്നെ അഴിമതിയും ധൂർത്തും അങ്ങേയറ്റത്തെ ധിക്കാരവും ജനവിരുദ്ധമായിട്ടുള്ള ഒരുതരം ചക്രവർത്തി വാഴ്ച പോലെയുള്ള കോലം കെട്ടുന്ന കോമാളി വേഷങ്ങളും അല്ലാതെ മറ്റെന്താ ഉള്ളത്? ഇപ്പൊ നമ്മൾ കൊറിയയിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച അതല്ലേ, ക്യൂബയിൽ കാണുന്ന കാഴ്ച അതല്ലേ, ചൈനയിൽ ജനാധിപത്യം തന്നെ നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ, അങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ സ്വന്തം അണികൾക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് CPIMന്റെ റിബലുകളായിട്ടുള്ള 3-4 പേര് ഇത്തവണ നിയമസഭയിൽ ജയിച്ചു വന്നു എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാലഹരണപ്പെട്ടിരിക്കുന്നു, കാലഹരണപ്പെട്ട മരിച്ചു വീണ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മരിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അഭിനയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ. ഏതായാലും തുടർന്ന് നമുക്ക് ഇനിയും ഇരിക്കാം സാർ. ഈ ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയില്ലല്ലോ.
അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ ഈ വിഷയം നമുക്ക് തുടർന്ന് സംസാരിക്കാം. നന്ദി. താങ്ക് യു, സർ.